ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 279 പോയിന്റും S&P 20 പോയിന്റും നസ്ഡാക്ക് 45 പോയിന്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിഫ് നിഫ്റ്റി 45 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് വലിയൊരു റെഡ് ക്യാൻഡിലാണ്. ഒരു ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ മാർക്കറ്റ് താഴോട്ട് വീഴുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ലെവൽ തന്നിട്ടുണ്ടായിരുന്നതാണ്. ഏകദേശം 24,980, 25,085 വരുന്ന ഈ ഒരു ഏരിയ. മാർക്കറ്റ് മുകളിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാർക്കറ്റ് ഒരു 50% റീട്രേസ്മെൻറ്റിന് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മാർക്കറ്റ് ആ ഒരു റീട്രേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതൊരിക്കലും നമ്മൾ ബെയറിഷ് മാർക്കറ്റ് അല്ല. ഇതിന് താഴോട്ട് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഒരു ബെയറിഷിലോട്ട് പോകത്തുള്ളൂ. മിക്കവാറും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനാണ് സാധ്യത കൂടുതൽ. 0.5 to 0.618 ഇതിനുള്ളിലായിരിക്കും മാർക്കറ്റ് എപ്പോഴും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഈ ഒരു റേഞ്ച് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 24,981 തൊട്ട് 25,090 വരെയാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു ബൈയിങ് ഏരിയ വരുന്നതെന്ന് പറയുന്നത് ഡേ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ ഹൈ ഇൻ കർവും ലോ ഇൻ കർവും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈയിങ് പ്രഷർ വരുന്ന ഏരിയയും ഇവിടെയാണ് വരുന്നത്. ഏകദേശം മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,140 തൊട്ട് താഴെ ഒരു പ്രോ ഗ്യാപ്പ് വരുന്നുണ്ട്. പ്രോ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് 75 മിനിറ്റ്സിൻ്റെ ഡിമാൻഡ് സോണാണ്. അതിന് മുകളിലാണ് ഗ്യാപ്പ് വരുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതും ആ ഗ്യാപ്പിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ്. 75 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 3 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 75 മിനിറ്റ്സും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോ ഗ്യാപ്പിൽ നിന്നാണ്. ആ പ്രോ ഗ്യാപ്പിൽ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് വീണ്ടും താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഫെയിലായാൽ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരിക്കലും സെല്ല് ചെയ്യാൻ പാടില്ലാത്ത ഏരിയ എന്ന് പറയുന്നത് ലോ ഇൻ കർവും ഒരിക്കലും ബൈ ചെയ്യാൻ പാടില്ലാത്ത ഏരിയ എന്ന് പറയുന്നത് ഹൈ ഇൻ കർവുമാണ്. എപ്പോൾ ചെയ്യാം? ഈ സോണ് എപ്പോഴെങ്കിലും PS'd ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരയ്ക്കും ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ബൈ ചെയ്യാനുള്ള എൻട്രി ഏരിയ കൃത്യമായിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ലോ ഇൻ കർവിൽ നോക്കും. അതുപോലെ തന്നെ ഹൈ ഇൻ കർവിൽ PS'd ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് നോക്കാം. അല്ലാത്തിടത്തോളം കാലം ഹൈ ഇൻ കർവിനുള്ളിൽ വരുന്ന ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ സെല് ചെയ്യാനുള്ള സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വിലിബ്രിയം കഴിഞ്ഞു താഴെ വന്നിട്ട് ലോ ഇൻ കർവിൽ മാർക്കറ്റ് എൻട്രി എടുക്കുകയാണ്. അപ്പം ലോ ഇൻ കർവിൽ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യത ഉണ്ടാവും. സപ്പോർട്ടായിരിക്കും, ഡിമാൻഡ് സോൺ ആയിരിക്കും. അപ്പം ഇനിയുള്ള ഏരിയയൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കുക. ലോങ് പൊസിഷൻ എടുക്കുന്നവർ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ കൃത്യമായിട്ടൊരു എൻട്രി പോയിന്റ് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഷോർട്ട് പൊസിഷൻസ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന റേഞ്ച് ഇതിനുള്ളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ 25,120 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 25,030 വരയ്ക്കും എൻട്രി ടാർഗറ്റ് വയ്ക്കാം. കൃത്യമായിട്ട് നോക്കുക. രാവിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇതിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ മാത്രം, ഇതിനുള്ളിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം താഴോട്ട് 15 മിനിറ്റിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 25,030, 25,000 റേഞ്ച് വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് ഈ ഒരു റേഞ്ച് 25,210
210 15 മിനിറ്റിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തുള്ള ഈ ഒരു ഗ്യാപ്പ് വ്യാഴാഴ്ച വന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. 320 ടാർഗറ്റ് വയ്ക്കാം. 320 ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. അപ്പം ഈ 2 ലെവൽസ് മാത്രമേ ഉള്ളൂ. ഇതിനുള്ളിൽ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സമയത്തുള്ള ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാം. നമുക്ക് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സ്ട്രോങ് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. FISൻ്റെ ഭാഗത്തുനിന്ന് 5104 കോടിക്ക് സെല്ലിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ DIs 3559 കോടിക്ക് ബൈയിങ്ങും ഉണ്ടായിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ബൈയിങ് പൊസിഷൻ പുട്ട് ഓപ്ഷനിൽ ഏകദേശം പുട്ട് ഓപ്ഷനിൽ 1.75 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8685 കോടിക്ക് കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോയും സ്ട്രോങ് ബൈയിങ് ഏരിയയിലോട്ട് പുട്ട് ഓപ്ഷൻ ബൈയിങ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. 2.1 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ 16,242 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് മിക്കവാറും സെല്ലിങ്ങിലോട്ട് പോയിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 3.93 അറൗണ്ട് 4 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 24,996 മാർക്കറ്റ് മിക്കവാറും 2 സൈഡിലോട്ടും ഉള്ളൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. മിക്കവാറും ഒരു ബെയറിഷിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. കൃത്യമായിട്ട് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുക. ബ്രേക്കൗട്ടുകൾ മാത്രം നോക്കിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് ഇതിനുള്ളിൽ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,987 25,097 25,078 ഏരിയ നോക്കുക. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടാർഗറ്റ് ഉണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ചെറുതാണ് 20,025 25,000 സ്ട്രോങ് സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ബ്രേക്കൗട്ട് കിട്ടി റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാം. 24,906 24,884 റേഞ്ച് വരയ്ക്കും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് CPR മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 20,226 25,212 മുകളിലോട്ട് CPR ഫുള്ള് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 20,272 20,256 ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ അറൗണ്ട് ഒരു 100 പോയിന്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. 20,342 20,355 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.